സംസ്ഥാനത്തെ വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും വലിയൊരു ആശ്വാസ വാർത്തയുമായാണ് കെഎസ്ആർടിസി രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച ചരിത്രപരമായ പ്രിയദർശിനി പദ്ധതിക്ക് നാളെ മുതൽ സംസ്ഥാനത്ത് തുടക്കമാവുകയാണ്. നാളെ മുതൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും പൂർണ്ണമായും സൗജന്യമായി യാത്ര ചെയ്യാം. എന്നാൽ യാത്ര പൂർണ്ണമായും സൗജന്യമാണെങ്കിലും ബസ്സിൽ കയറുമ്പോൾ ഒരു പ്രധാന കാര്യം മറന്നാൽ വലിയൊരു തുക പിഴ കൊടുക്കേണ്ടി വരുമെന്ന സുപ്രധാന മുന്നറിയിപ്പും കെഎസ്ആർടിസി അധികൃതർ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിയിലൂടെ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ യാത്ര പൂർണ്ണമായും സൗജന്യമാണെങ്കിലും യാത്രക്കാർ കർശനമായും പാലിക്കേണ്ട ചില നിയമപരമായ നിബന്ധനകൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യാത്രാരേഖ കൈവശം വയ്ക്കുക എന്നത്. യാത്രയ്ക്ക് പണം നൽകേണ്ടതില്ലെങ്കിലും ബസ്സിൽ കയറുന്ന എല്ലാവർക്കും ടിക്കറ്റ് നിർബന്ധമാണ്. പ്രിയദർശിനി പദ്ധതി പ്രകാരം യാത്ര ചെയ്യുന്ന വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ബസ്സിൽ കയറിയ ഉടൻ തന്നെ കണ്ടക്ടറിൽ നിന്നും 0 രൂപ രേഖപ്പെടുത്തിയ സീറോ വാല്യൂ ടിക്കറ്റ് കൈപ്പറ്റണം. തങ്ങൾ ബസ്സിൽ കയറിയ വിവരം കണ്ടക്ടറെ ബോധ്യപ്പെടുത്തി ഈ പ്രത്യേക ടിക്കറ്റ് വാങ്ങാൻ യാത്രികർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൗജന്യ യാത്രയാണെന്ന് കരുതി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ കടുത്ത സാമ്പത്തിക ശിക്ഷ നേരിടേണ്ടി വരും. ബസ്സുകളിൽ സാധാരണയായി നടക്കാറുള്ള ഇൻസ്പെക്ഷൻ സ്ക്വാഡിന്റെ പരിശോധനയിൽ ആരെങ്കിലും സീറോ വാല്യൂ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അവരിൽ നിന്നും 500 രൂപ പിഴ ഈടാക്കുമെന്ന് കെഎസ്ആർടിസി കർശന മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് സൗജന്യ യാത്രയാണെങ്കിലും ടിക്കറ്റ് വാങ്ങാൻ ആരും മറക്കരുത്. പണം ഈടാക്കാതെ ഈ ടിക്കറ്റ് വിതരണത്തിന് പിന്നിൽ കെഎസ്ആർടിസിക്ക് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. പ്രിയദർശിനി പദ്ധതി വഴി ബസ്സുകളിൽ എത്ര സ്ത്രീകൾ യാത്ര ചെയ്തുവെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ ഈ സംവിധാനം അനിവാര്യമാണ്. കൂടാതെ ഈ യാത്രക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്കായി സർക്കാരിൽ നിന്ന് കെഎസ്ആർടിസിക്ക് ലഭിക്കേണ്ട സബ്സിഡി തുക കണക്കാക്കുന്നത്. കോർപ്പറേഷന്റെ കൃത്യമായ സാമ്പത്തിക ഏകോപനത്തിന് ഈ 0 രൂപ ടിക്കറ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും വലിയ യാത്രാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന പ്രിയദർശിനി പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കെഎസ്ആർടിസി ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. വലിയൊരു ജനവിഭാഗത്തെ സ്വാധീനിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഔദ്യോഗിക തുടക്കം നാളെയാണ് കുറിക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ അതീവ പ്രാധാന്യത്തോടെയാണ് നടക്കുക. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നാളെ രാവിലെ 8:30 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം മാത്രമായിരിക്കും സംസ്ഥാനത്തെ സാധാരണ സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ ആനുകൂല്യം ലഭ്യമായി തുടങ്ങുക. ആദ്യഘട്ടത്തിൽ വലിയൊരു നിര ബസ്സുകളെ തന്നെയാണ് ഈ പദ്ധതിക്കായി സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത്. കേരളത്തിലുടനീളം സർവീസ് നടത്തുന്ന 3125 കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിലാണ് നിലവിൽ പ്രിയദർശിനി പദ്ധതി പ്രകാരമുള്ള സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സാധാരണ ഓർഡിനറി ബസ്സുകളിലും ഈ ആനുകൂല്യം ലഭിക്കുമെന്നതിനാൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് അത് വലിയൊരു സാമ്പത്തിക ആശ്വാസമാകും. യാത്രക്കാർക്ക് മാറിപ്പോകാത്ത രീതിയിൽ ബസ്സുകൾ തിരിച്ചറിയാൻ കെഎസ്ആർടിസി പ്രത്യേക ക്രമീകരണം നടത്തിയിട്ടുണ്ട്. സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള ഈ ബസ്സുകൾ വേഗത്തിൽ തിരിച്ചറിയുന്നതിനായി ബസ്സിന്റെ മുൻവശത്തും വാതിലുകൾക്ക് സമീപവും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നെഴുതിയ പ്രത്യേക സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്ന ജോലികൾ ഡിപ്പോയിൽ പൂർത്തിയായിട്ടുണ്ട്. ബസ്സുകളിൽ കയറുന്നതിന് മുൻപ് ഈ സ്റ്റിക്കർ ശ്രദ്ധിച്ചാൽ സ്ത്രീകൾക്ക് തെറ്റായ ബസ്സുകളിൽ കയറുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും കെഎസ്ആർടിസി കൃത്യമായ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. സീറോ ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാർ കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗജന്യ യാത്രയല്ലാത്ത മറ്റ് ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ സ്ത്രീകൾ കയറുകയാണെങ്കിൽ ഈ ആനുകൂല്യം ലഭ്യമല്ലെന്ന കാര്യം ജീവനക്കാർ മുൻകൂട്ടി യാത്രക്കാരെ അറിയിക്കണം. സ്ത്രീകൾക്കൊപ്പം യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് സാധാരണ പോലത്തെ തുകയിലെ ടിക്കറ്റുകൾ നൽകണം. കൂടാതെ പരിധിയിൽ കൂടുതൽ ലഗേജുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ചാർജും ഈടാക്കേണ്ടതുണ്ട്. പദ്ധതി വഴി പൊതുഗതാഗത രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യവും സാമ്പത്തിക ഭദ്രതയും ലക്ഷ്യമിട്ട് സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി കെഎസ്ആർടിസിക്ക് വലിയൊരു ഉണർവ് സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നാളെ മുതൽ ബസ്സുകളിൽ കയറുന്ന യാത്രക്കാർ പിഴ ഒഴിവാക്കാനായി കണ്ടക്ടറോട് പറഞ്ഞ് സീറോ ടിക്കറ്റ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.